ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പാസ്പോർട്ട് വിഭാഗം ഏർപ്പെടുത്തിയ വർധനവ് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പ്രാബല്യത്തിൽ വരുമെന്ന് ജവാസാദ് മേധാവി ബ്രിഗേഡിയർ ജനറൽ സുലൈമാൻ അൽ യഹിയ വ്യക്തമാക്കി. വിദേശികളുടെ റീ എൻട്രിക്ക് 200-ന് പകരം മാസത്തിൽ 100 റിയാൽ എന്ന നിരക്ക് പ്രാബല്യത്തിൽ വരുമ്പോൾ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ 6 മാസത്തിനകം റീ എൻട്രി ലഭിക്കാനും സൗകര്യമുണ്ടായിരിക്കും. ഇഖാമ കാലാവധിയുള്ള അത്രയും കാലം ജോലിക്കാർക്കും ആശ്രിതർക്കും റീ എൻട്രി നൽകാനാണ് ജവാസാദ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അൽ യഹിയ കൂട്ടിച്ചേർത്തു. പുതുക്കിയ നിരക്കനുസരിച്ച് ഇലക്ട്രോണിക് സംവിധാനത്തിൽ ആവശ്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. മുമ്പ് കുടുംബങ്ങൾക്ക് മാത്രമാണ് 6 മാസത്തിലധികം കാലാവധിയുള്ള റീ എൻട്രി അനുവദിച്ചിരുന്നത്. എന്നാൽ നിരക്ക് വർധനവിന്റെ സാഹചര്യത്തിൽ ഇതെല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. 500 റിയാൽ ഫീസുള്ള മൾട്ടിപ്പിൾ റീ എൻട്രിക്ക് മുമ്പത്തെ 6 മാസത്തിന് പകരം 3 മാസത്തെ കാലാവധിയാണ് അനുവദിക്കുക. അധികം ആവശ്യമുള്ള ഓരോ മാസത്തിനും 200 റിയാൽ വീതം നൽകണം. ആവർത്തിച്ച് ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവർക്ക് 2000 റിയാൽ വിസ ഫീസും ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. വിദേശത്തു നിന്ന് ഹജ്ജിന് ഉംറയ്ക്കും എത്തുന്നവരുടെ പാക്കേജ് നിരക്ക് ഗണ്യമായി വർദ്ധിക്കാൻ ഇത് കാരണമാകും. സാധാരണ സന്ദർശന വിസയ്ക്ക് 2000 റിയാൽ ഈടാക്കുമ്പോൾ 6 മാസത്തെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രിയുള്ള സന്ദർശന വിസയ്ക്ക് 3000 റിയാൽ ഫീസ് നൽകണം. 1 വർഷത്തെ കാലാവധിക്ക് 5000 റിയാൽ, 2 വർഷത്തെ കാലാവധിയുള്ളതിന് 8000 റിയാൽ എന്നിങ്ങനെ പുതിയ നിയമത്തിലെ ഫീസ് നിരക്ക്. കൂടാതെ ഏതാനും സേവനങ്ങൾക്ക് വർഷങ്ങളോളമായി സർക്കാർ നൽകി വരുന്ന സബ്സിഡിയും നിർത്തലാക്കും. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്.